സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനുഗ്രഹം ഉണ്ടാകുകയില്ല. എന്നാൽ നമ്മുടെ ദൈവം കൈവക്കി സ്തോത്രം ചെയ്യുന്ന തന്റെ വലക്കരം നീട്ടി നമ്മളെ ഒന്ന് തൊട്ടാൽ അനുഗ്രഹമാകും. അതിന് നമ്മുടെ ദൈവമാണ് നമ്മുടെ അടുക്കിലേക്ക് വരേണ്ടത്. ഒരു മനുഷ്യൻ വന്നിട്ട് കാര്യമില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ 2 വ്യക്തി ജീവിതങ്ങളെ അവിടെ കാണാൻ കഴിയുന്നു. 2 വ്യക്തി ജീവിതങ്ങൾ, ഒന്ന് മൂഢനും 2 ബുദ്ധിമാനും. 2 വ്യക്തി ജീവിതങ്ങളെ അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് ശക്തമായി പറയുന്ന 2 വാക്കുകളാണ്. നമ്മുടെ ആലയത്തിനകത്തായിരുന്നാലും ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്തായിരുന്നാലും ഒരു ഓഫീസിനകത്തായിരുന്നാലും ഒരു ദേശത്തായിരുന്നാലും ബുദ്ധിമാനുമുണ്ട്, മൂഢനുമുണ്ട്. സ്തോത്രം. മൂഢനെന്ന് പറയുമ്പോൾ അറിവില്ലാത്തവൻ, അല്ല സകലതിനെയും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൻ. ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ സകലതിനെയും മനസ്സിലാക്കി അതിനെ പിന്തുടരുന്നവൻ, അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവൻ. 2 കൂട്ടരെ ദാവീദ് എടുത്ത ഈ സങ്കീർത്തനത്തിൽ കൂടെ വരച്ചു കണ്ടത്. ആദ്യം പറയുന്നത് മൂഢനെ കുറിച്ചാണ്. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ മറ്റുള്ളവരോട് അത് പറയാൻ കഴിയില്ല. കാരണം അവനോടൊരു ചോദ്യം ചോദിച്ചാൽ എങ്കിൽ പിന്നെ ഇതെല്ലാം ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവന് മറുപടി പറയാൻ കാണില്ല. കാരണം 5 ദിവസം കൊണ്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അല്ല, ഉണ്ടാകട്ടെ 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 എന്ന് 5 ദിവസം കൊണ്ട് കർത്താവ് പറഞ്ഞപ്പോൾ മനുഷ്യന് ആവശ്യമായതെല്ലാം ഉണ്ടാകുന്നു. ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായി, ആവശ്യമായ നന്മകളെല്ലാം ഉണ്ടായി. ഇതെല്ലാം എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ അവനോട് ചോദിച്ചാൽ അവന് മറുപടി പറയാൻ കാണില്ല. അതുപോലെ നമ്മള് വലിച്ചു കയറ്റുന്ന ശ്വാസം ഇത് ആര് തന്നത് എന്ന് ചോദിച്ചാൽ അവന് മറുപടി പറയാൻ കാണില്ല. അതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ തന്നെയാണ് അവൻ പറയുന്നത് ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയും. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവനത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മ്ലേച്ഛത ചെയ്യുവാൻ. മ്ലേച്ഛത എന്ന് പറയുമ്പോൾ നിന്ദ്യമായ എന്തോ കാര്യം അവന് ചെയ്യണം. മോശപ്പെട്ട ചില കാര്യങ്ങൾ അവന് ചെയ്യണം. അതുകൊണ്ട് അവൻ ദൈവമില്ല ദൈവമില്ല, ഇതെല്ലാം കള്ളമാണ്, ഇങ്ങനെ ഒരു ആരാധനയുടെ ആവശ്യമില്ല, ദൈവനാമത്തിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ തിന്നുക കുടിക്കുക സുഖിക്കുക നാളെ മരിക്കും എന്ന ഒരു ചിന്തയിൽ മാത്രം അവൻ ജീവിച്ചു പോകും. അതിന് കാരണം സങ്കീർത്തനക്കാരൻ 36-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട്, ദുഷ്ടന്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്. എന്തുകൊണ്ട്? പാപത്തിന്റെ ഉദ്ദേശം അവന്റെ ഹൃദയത്തിനകത്തുണ്ട്. അവനൊരിക്കലും ആദ്യസ്തോത്രം അവന്റെ ഹൃദയം ശരിയായ നിലയിൽ നിൽക്കുന്നില്ല എന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു. 10-ാം വാക്യം അവിടെ വായിച്ചാൽ കാണാം, ആദ്യസ്തോത്രം തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം അവൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത് പറയുന്നത്. ഈ മ്ലേച്ഛത എന്ന സ്തോത്രം ചെയ്യുന്ന പ്രിയ ദൈവങ്ങളെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവനത് മ്ലേച്ഛത ചെയ്യാനാണെന്ന്. ഈ മ്ലേച്ഛത എന്ന് പറയുന്നത് കർത്താവ് ഇതിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി ദീർഘവീക്ഷണത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. വരാനുള്ള സംഭവങ്ങളെ, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ, ഒരു ന്യായവിധിയുടെ സംഭവങ്ങളെ, അല്ലെ ഇടയിൽ ഛേദിക്കപ്പെടുന്ന സംഭവങ്ങളെ വ്യക്തമായിട്ട് വിവരിച്ച് പറയുന്ന ഒരു പ്രവാചകനാണ് ദാനിയേൽ. അത്രത്തോളം വിവരിച്ച് വേറെ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല.
ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന 69 ആഴ്ച കഴിയുമ്പോൾ ഇടയൻ ഛേദിക്കപ്പെടും. അന്ത്യകാലഘട്ടത്തിൽ ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് യഹോവയെ കേൾക്കണമേ, ചെവിചായ്ക്കണമേ, ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. ഞങ്ങളുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്തു, അവരെ പോലെ ഞങ്ങൾ ഒട്ടും നല്ലവരല്ല, ഞങ്ങൾ പാപത്തിന്റെ അടിയിലാണ്. അതുകൊണ്ട് യഹോവയെ കേൾക്കണം, ചെവിചായ്ക്കണം, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിച്ച ദാനിയേൽ ദർശനം കണ്ട് വീഴുന്നപ്പോൾ ദൈവവചനത്തിന് അവന് നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ ഉപയോഗിച്ചു എന്ന തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ദാനിയേൽ പറയുകയാണ്, 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിച്ച്. 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ശൂന്യമായ ഒരു ശൂന്യമാക്കുന്നത് കടന്നു വരുന്നത് അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാകും. ഇതാണ് മ്ലേച്ഛതയുടെ ഒരു സംഭവം. ഇത് കർത്താവ് എടുത്തു പറഞ്ഞു. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 15-ാം അധ്യായം 15-ാം വാക്യത്തിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. വായിച്ചാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ഒരു ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അതായത് ആലയത്തിൽ നിൽക്കുമെന്ന്, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൽക്കുമെന്ന് ഈ മ്ലേച്ഛത, മൂടൻ കാണിക്കുന്ന മ്ലേച്ഛത. എന്താണ് ആ മ്ലേച്ഛത എന്ന് മോശ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? ബൈബിളിലെ പുസ്തകം 12-ാം അധ്യായം 16-ഉം 11-ഉം വാക്യങ്ങൾ. ഇത് ഇത്രയും നിർത്തലാക്കുക. ആലയത്തിൽ നിന്ന് കൊടുക്കാത്തവൻ മൂടൻ. ഇവൻ ദൈവത്തെ അല്ല അന്വേഷിക്കാൻ വരുന്നത്. ഇവൻ വരുന്നത് അവന്റെ സ്വന്തം ഇഷ്ടം നിവർത്തിക്കാനായിട്ട് വരുന്നു. സ്വന്തം ഇഷ്ടം നിവർത്തിക്കാൻ വരുന്നവൻ ആലയത്തെ ശൂന്യമാക്കാൻ വരും. ആലയത്തിനകത്ത് മ്ലേച്ഛത പ്രവർത്തിക്കാനായിട്ട് ഇവൻ വരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആലയം ശൂന്യമാകുന്നതിന്റെ കാരണം, നമ്മുടെ ആലയത്തിനകത്ത് ആള് കടന്നു വരാത്തതിന്റെ കാരണം ഇതിനകത്ത് മ്ലേച്ഛതയാണ് നടക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ, 12-ാം അധ്യായം 6-ാം വാക്യം. സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് നീ എന്ത് ചെയ്യണം? പറയണം. ഇതാണ് ആലയം. അതിന്റെ 14-ാം വാക്യം വായിച്ചു. അതിന്റെ പുറപ്പാട് പുസ്തകം 20-ന്റെ 24 നമ്മൾ വായിക്കുമ്പോൾ അത് എഴുതിയിട്ടുണ്ട്. അല്ല, എന്റെ നാമം സ്ഥാപിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഏത് സ്ഥലത്തും ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ നാമം സ്ഥാപിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഏത് സ്ഥലത്തും ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള ഉദർച്ചർപ്പണങ്ങൾ, നിങ്ങൾ യഹോവ ദൈവത്തിന് നേരുന്ന വിശേഷമായ കാണിക്കകൾ എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ കൊണ്ടുവരണം. ഇല്ലാത്ത വ്യക്തി മൂഢനാണ്. അവൻ ആലയത്തിൽ വന്നിട്ട് മ്ലേച്ഛത ചെയ്യുന്നു. അവൻ
പകൽക്കാലം നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ചിന്തിക്കണം. ഞാൻ ഇത്രയും കാലം ആലയത്തെ ശൂന്യമാക്കിക്കൊണ്ടിരിക്കുകയാണോ? ആലയത്തിൽ വന്നിട്ട് ഞാൻ നിന്ദ്യമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതോ ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ വാങ്ങത്തക്ക എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? 40 വർഷങ്ങൾ കൊണ്ട് ഞാൻ ആലയത്തിലേക്ക് ഇറങ്ങി തിരിച്ചു, ആരാധിക്കാൻ പോയി. ഇന്ന് വരെ എന്റെ ജീവിതത്തിനകത്ത് അതിന്റെ കഷ്ടതയും വേദനയും അല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല. അതിന് കാരണം ആലയത്തെ ശൂന്യമാക്കുന്ന മേച്ചത നമ്മളിൽ തന്നെ ഉണ്ട്. എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും എന്ന് ദൈവമാണ് പറഞ്ഞത്. എന്റെ മന്ദിരത്തിനകത്ത് എന്റെ ആത്മാവ് വസിക്കുന്നുണ്ട് എന്ന കർത്താവ് പറഞ്ഞു. അല്ലെ, 1 കൊരിന്ത്യർ 13-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മന്ദിരം ദൈവത്തിന്റെ ആലയമെന്നും നിങ്ങളുടെ മന്ദിരത്തിനകത്ത് ദൈവാത്മാവ് വസിക്കുന്നു എന്ന് നിങ്ങൾ അത് എന്തിനാ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? പല കാരണങ്ങൾ. പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ, ഉപദേശിച്ചു തരാൻ, അല്ല നമ്മളെ വഴി നടത്താൻ എന്തെങ്കിലും ദൈവാത്മാവ് നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടോ? ആ ഉപദേശിച്ച പ്രകാരമാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രകാരം നമ്മൾ ജീവിക്കും. അല്ലെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എന്റെ ആത്മാവിന് സദാകാലം ഇവർക്ക് വേണ്ടി വാദിക്കുകയില്ല, ഇവർ ജഡം തന്നെ. അപ്പൊ നമ്മുടെ ഉള്ളിനകത്ത് ദൈവം ആത്മാവിനെ ആക്കി വെച്ചത് നമ്മുടെ ജഡത്തിന്റെ അവസ്ഥ മാറി ദൈവാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കാൻ, ദൈവാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കാൻ. നമുക്ക് രോഗം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്ക് പ്രയാസം വരുമ്പോൾ, നമുക്ക് പ്രതികൂലങ്ങൾ നിൽക്കുമ്പോൾ അതെങ്ങനെ തരണം ചെയ്തു പോകണമെന്ന് പിതാവിനോട് അപേക്ഷിച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരാം. പക്ഷെ ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടോ? ഒരു പ്രതികൂലം വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്തു പോകണമെന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറഞ്ഞുതരാമോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, നിങ്ങളെ വേണ്ടി അത് ഉണർത്തുമോ? ഈ പ്രതിസന്ധി ഇങ്ങനെ വരാൻ പോകുകയാണ്. സ്തോത്രം. പ്രിയജനങ്ങളെ, 7 വർഷത്തേക്ക് മുമ്പേ എന്നോട് പറഞ്ഞു, സ്തോത്രത്തിന്റെ കണ്ണുകൾ ചെറിയ രീതിയിൽ വന്ന് കാഴ്ച നഷ്ടം. അതിനുള്ള പ്രതിവിധി നീ തേടിക്കൊണ്ട് 7 വർഷത്തേക്ക് മുമ്പേ ദൈവമാണ്. അപ്പൊ ദൈവാത്മാവ് നമുക്ക് വരാനുള്ള കാര്യങ്ങളെ ദൈവ വചനത്തിൽ കൂടെ നമ്മളോട് എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ഇസ്രായേൽ ആത്മീയനാണ്, പക്ഷെ അവന്റെ കണ്ണു മങ്ങിയില്ലേ? സ്തോത്രം. പല കാരണങ്ങളുണ്ട് കണ്ണു മങ്ങാൻ. അപ്പൊ ദൈവം നമ്മളോട് പല കാര്യങ്ങളും ഉണർത്തും. അതിനാണ് ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നത്. പക്ഷെ മൂടന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് വസിക്കില്ല. ഒരുവൻ ആലയത്തിൽ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതാണ്, അത് അവൻ ചെയ്തേ മതിയാകും. അപ്പനായിരുന്നാലും മകനായിരുന്നാലും. നിങ്ങൾക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ ഒരു മകനെ പുരോഹിതനാക്കി വെച്ചിട്ട് അപ്പൻ ദശാംശം കൊടുക്കുമായിരുന്നു, മകന് ദശാംശം കൊടുക്കുമായിരുന്നു, മകന് ഭരണയാഗം കൊടുക്കുമായിരുന്നു, മകന് ഭോജനയാഗം കൊടുക്കുമായിരുന്നു, അവനെ കരപുരണ യാഗം കഴിച്ച് അവനെ ലേവ്യനായിട്ട് അവിടെ ഇരുത്തുമായിരുന്നു. അവനിൽ നിന്ന് ആലോചന ചോദിക്കുമായിരുന്നു അവന്റെ സ്വന്തം വീട്ടിൽ. അപ്പോഴേ ആ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടായി. അല്ല, അവർ പുരുഷന്മാർ തേടി വന്നപ്പോൾ ആ ഭവനത്തിനകത്ത് നല്ല സമാധാനം. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അതിനകത്തൊരു ലേവ്യനുണ്ട്, അതിനകത്ത് ഒരു ലേവ്യനുണ്ട്. ആ 15 പുരുഷന്മാർ കൂടെ എന്ത് ചെയ്തു? എന്നാൽ ആ സമാധാനം എനിക്കും വേണമെന്ന് പറഞ്ഞ്
ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6:7 വായിച്ചേ. നോക്കണമേ പ്രിയ ദൈവമക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവത്തിന് ദുഃഖമായെന്ന ഇന്ന് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് പലരെയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുത്തി എടുത്തത് കൊണ്ട് ദൈവം ദുഃഖിക്കുന്നു. അവർ ആ നിലവാരത്തിലല്ല ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഏക സത്യ ദൈവമായ ആ ദൈവത്തെ അറിയുവാൻ ശ്രമിക്കും. ആ ദൈവത്തിന്റെ ഉപദേശം കേൾക്കാൻ ശ്രമിക്കും. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. ഒരു ദൈവപൈതല് എങ്ങനെ തക്കത്തിൽ സമയം ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കും. ഞാനിവിടെ മണാലത്തിൽ സേവ്യർ പാസ്റ്ററുടെ പള്ളിയില് ഒരു കൺവെൻഷൻ പ്രസംഗിച്ച ഒരു വാക്യമായി. ഹല്ലേലൂയ സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. 4 കാരണങ്ങൾ പറഞ്ഞ ശുശ്രൂഷിപ്പാരുടെ നമ്മുടെ വിഷയം അതല്ല. ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവവചനത്തിന്റെ അധ്യാസ്ത്രം ചെയ്യുന്ന പരമാർത്ഥത നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച 30 വർഷങ്ങൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നിട്ട് 30ാമത്തെ തിരുവയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ വന്ന് യോർദാനിൽ സ്നാനപ്പെട്ട 3.5 വർഷം കൊണ്ട് താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് താൻ ദൈവപുത്രനിൽ നിന്ന് സ്ഥാപിച്ച് പിലാത്തോസിന്റെ കരങ്ങളാൽ ശിക്ഷിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവിനെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നു എന്ന ഒറ്റ വാക്കുകൊണ്ട് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ പ്രിയ ദൈവമക്കളെ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 9 ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെട്ടതുകൊണ്ട് ദൈവം ദുഃഖിക്കും. ഇന്ന് നമ്മൾ ഓരോരുത്തരെ നോക്കിക്കൊണ്ട് ദൈവം ദുഃഖിക്കുകയാണോ അതോ സന്തോഷിക്കുകയാണോ? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയും ദൈവമില്ല എന്ന്. നമ്മുടെ പ്രവൃത്തിയാൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു ദൈവം ഇല്ല എന്ന്. അതിന്റെ 12ാം വാക്യം വായിച്ചേ. 26:12. ഓരോരുത്തരുടെ പ്രവൃത്തികൾ, വഴികൾ. ഈ വഴിയെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ മനോഭാവത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വഴികൾ. നമ്മുടെ പ്രവൃത്തികളാൽ മനുഷ്യൻ ഭൂമിയെ വഷളാക്കി. നമ്മുടെ വഴികളാൽ ഭൂമിയെ ദൈവം വഷളാക്കിയാൽ മനുഷ്യൻ വഷളാക്കി. ഈ വഷളാക്കിയപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 26 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്റെ ജനത്തിന്റെ ഇടയിൽ ഞാൻ ദുഷ്ടന്മാരെ കാണുന്നു. നമ്മുടെ പ്രവൃത്തികളാൽ നമ്മുടെ ദൈവത്തിന്റെ വഴികളെ വഷളാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആരെ കടത്തി വിട്ടു? ദുഷ്ടന്മാരെ കടത്തി വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ 5:26. എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവര് ആ ദുഷ്ടന്മാര് കടന്നു വന്നിട്ട് നമ്മള് പക്ഷികള്, അവര് വേടന്മാരുമായിരിക്കും. നമ്മളെ എപ്പോൾ ഏത് സാഹചര്യത്തിൽ നമ്മളെ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യണം? അമ്മമില്ലും പൊരുത്തു വെച്ചിട്ടാണ് നമ്മളെ ഇടയിൽ വസിക്കുന്നത്. ദൈവം തന്റെ ദുഷ്ടനെ കേട്ട് നമ്മുടെ ഇടയിലേക്ക് ശൂന്യമാക്കുന്ന ഒരു മേച്ചർ നിങ്ങൾ ഈ ആലയത്തെ ഒന്ന്
ദുഷ്ടന്മാരായിട്ടിരിക്കുന്നു. എന്ത് നിറഞ്ഞിരിക്കുന്നു? വഞ്ചന നിറഞ്ഞിരിക്കുന്നു. ഏത് വിധത്തിൽ മറ്റവരെ പറ്റിക്കാം. ഞാൻ ഈയിടയ്ക്ക് അന്വേഷണോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അന്വേഷണം ബന്ധവസാറിന്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് വന്നാൽ കിടക്കപ്പുറത്തി ഇല്ലാത്തത് ആർക്കാണ്? വെള്ളക്കോഴി. വെള്ളക്കോഴിക്കാണ് അവന് കിടക്കപ്പുറത്തില്ല. അദ്ദേഹത്തിന് 2 ദിവസം കൂടെ ജീവിക്കാൻ നേരിച്ചാൽ യുവമാർക്ക് മീറ്റിംഗിന് എന്ത് വേണം? ചിക്കൻ വേണം. അതുപോലെയാണ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരുടെ കുടുംബത്തിനകത്തൊരു വിഷയം വന്നാൽ സഭയ്ക്കകത്താണ് ബാധിക്കുന്നത്. കുടുംബത്തിലൊരു വിഷയം വന്നാൽ ബാധിക്കുന്നത് സഭയ്ക്കകത്താണ്. വീട്ടിൽ തിരിക്കേണ്ട വിഷം സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കുത്തിക്കയറ്റി. എന്റെ ആലയത്തിൽ വരുമ്പോൾ മൂടന്റെ കാലുകളെ പോലെ ഞാനിങ്ങനെ ഒടിഞ്ഞ് തൂക്കിയിട്ട കാലുകളോട് കൂടി വരരുത്. എന്റെ ആലയത്തിൽ വരുമ്പോൾ സന്തോഷത്തോടെ കാണാം. മറ്റു പല ചിന്തകളും മാറ്റിവെച്ചിട്ട് മൂടനായി നീ വരരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കണം. ഒരു വാക്കെങ്കിലും. അവിടെ നിന്ന് ചിരിച്ച മുഖത്തോടെ ആരൊക്കെ യാത്ര ചെയ്യുന്നു? അപ്പൻ, അമ്മ, മക്കൾ, മരുമക്കൾ, ചെറുകുഞ്ഞുങ്ങൾ യാത്ര ചെയ്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടുള്ള മുഖത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ പള്ളിയിൽ വന്ന്. ഇല്ലെങ്കിൽ നീ മൂടനാ. നീ മൂടനാ. നീ വരുന്നത് ആലയത്തെ മേക്ഷമാക്കാനാ, ആലയത്തെ ശൂന്യമാക്കാനാ വരുന്നത്. ഇവൻ ആലയത്തിൽ വരുന്നു എങ്കിലും റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിച്ച് ഏകത്തിൽ ബുദ്ധിമാനെ കുറിച്ച് പറഞ്ഞു തരാനുണ്ട്. ഏകത്തിൽ 1-21 കണ്ട മൂടനുള്ള സ്വഭാവം നിങ്ങൾ കണ്ട. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർക്കുന്നില്ല. ദൈവത്തെ മനസ്സിലായി. ഈ സന്തോഷമില്ലാതെ മുഖമൊക്കെ കടിപ്പിച്ച് അതിന്റെ ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകണമല്ല എന്നൊക്കെ ചിന്തിച്ച് വരുന്നവൻ ദൈവത്തെ ഓർക്കാതെ പള്ളിയിൽ വരുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മനസ്സില്ലാതെ പള്ളിയിൽ വരുന്നത്. അവൻ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർക്കാതെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയല്ല. ഇവിടെ വന്നതോ മൈക്കുറ്റി ഇരുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മൈക്കുറ്റി എന്തിനാണ് വെച്ചത്? ഇരമ്യാ പറയുന്ന ഒരു വാക്യമുണ്ട് മൈക്കുറ്റിയെ കുറിച്ച്. മൈക്കുറ്റി വന്നത് തന്നെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെയാണ്. നീ പോകുന്ന സ്ഥലം നിനക്കൊരു കാലം മനസ്സിലാക്കേണ്ടത് ഒരു കൈറ്റ് കൂട്ടി കഴിയാൻ വെച്ചിട്ടുണ്ട്. അതാണ് മൈക്കുറ്റി. നീ പോയ സ്ഥലം തിരിച്ച് വരാൻ വേണ്ടി ദൈവം വെച്ചതാണ് മൈക്കുറ്റി എന്ന് നിങ്ങൾ വായിച്ചു നോക്കി. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്തുള്ള പോലീസ് പട്ടി വന്നത് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഞാൻ നിന്നെ, നീ എവിടെ ഒളിച്ചാലും ഞാൻ നിന്നെ നായാടി പിടിക്കും. അപ്പൊ പട്ടിക്ക് അങ്ങനെ ഒരു പ്രാണശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഏത് കള്ളനെ പിടിക്കാനും പോലീസ് പട്ടിയെ ഉപയോഗിച്ചത് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, കുതിര രഥത്തിൽ കയറിയവനെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ മറിച്ചിടാൻ ഞാൻ രഥമൊരുക്കും. മറിച്ചിടാൻ മാത്രമേ രഥമൊരുക്കി. മനസ്സിലായോ? തിരുവചനത്തിലെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ദൈവമെന്ന് ഓർത്ത് നീ ജീവിക്കുക. ദൈവമെന്ന് ഓർത്ത് അവരുടെ നിരൂപണങ്ങളിൽ അവരെന്തായി തീർന്നു? വ്യർത്ഥരായി തീർന്നു. അത് നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു വന്നിരിക്കുകയാണ്. വ്യർത്ഥമായ കാര്യങ്ങൾ.
വിശ്വാസികളുടെ വീടില് ചെയ്യുന്ന വിശ്വാസികൾ മരിച്ചു കഴിഞ്ഞാൽ ഈ വിശുദ്ധ വേദപുസ്തകം അവരുടെ അലമാരിയിൽ ഒരു പുരാവസ്തുവായിട്ടിരിക്കും. അത് ഉപയോഗിക്കാൻ ആളില്ലാത്ത നിലവാരത്തിലായി തീർന്നു. അതിന് കാരണം മൂഢനായ ആലയത്തിൽ വന്ന് ആരാധിക്കാൻ വന്നത് നന്ദിയില്ലാത്ത ഹൃദയത്തോടെ വന്നപ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് ദുഷ്ടന്മാരെ കയറ്റിവിട്ടു. ദൈവം അറിയാതെയല്ല ദുഷ്ടൻ. ഞാൻ പറയാം, എന്റെ കർത്താവ് സമാധാനം തന്നിട്ട് പോയ ആളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം തരാതെ ഒരു സഹോദരനുണ്ടെങ്കിൽ, ഒരു സഹോദരിയുണ്ടെങ്കിൽ, ഒരു മകനുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ ജീവിതത്തിനകത്ത് നീ മൂഢത്തരം കാണിച്ചു. നിനക്ക് സമാധാനം തരാതിരിക്കാൻ, നിനക്ക് സന്തോഷം തരാതിരിക്കാൻ നിന്റെ ഹൃദയം മൂഢത്വത്തിലേക്ക് പോയി. നീ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല. നിന്റെ ഹൃദയം ഇരുട്ടുപോയി. അടുത്ത വാക്യം, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ആരാധിക്കേണ്ട സമയത്ത് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് മനുഷ്യത്വത്തിലേക്ക് നീങ്ങി. എന്റെ 28ാം വാക്യമായില്ല. നമ്മുടെ ദൈവത്തെ എങ്ങനെ ധരിക്കണം? പരിജ്ഞാനത്തിൽ. നിന്റെ സാധാ ബുദ്ധി കൊണ്ടല്ല ദൈവത്തെ ഓർത്ത് മഹത്വം കൊടുക്കേണ്ടത്. പരിജ്ഞാനം, ജ്ഞാനം, പരിജ്ഞാനം, വിവേകം. ഈ 3 സബ്ജക്റ്റുകൾ ഒന്ന് പഠിച്ച് ബൈബിളിനകത്ത് മനസ്സിലാക്കാം. ബുദ്ധിയിലല്ല. സ്തോത്രം. അടുത്ത വാക്യം, പരിജ്ഞാനം പ്രാപിപ്പാൻ ഇഷ്ടമില്ലാത്തവണ്ണം ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്കാൻ വ്യാപിച്ചു. ഇന്ന് പകൽ ഈ ആലയത്തിൽ ഇരിക്കുന്ന ദൈവമക്കളും ഒന്ന് ആലോചിച്ച് നോക്കണം, എന്നെ നികൃഷ്ട ബുദ്ധിക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടോ? സഹോദരിമാരൊന്ന് ചിന്തിക്കണം, സഹോദരന്മാരൊന്ന് ചിന്തിക്കണം. സ്നാനാന്തര ജീവിതം, സ്നാനത്തിന് മുമ്പേ ഞാൻ ജീവിച്ചതിനെ പോലെയാണോ അതിന് ശേഷം ഞാൻ ജീവിക്കുന്നത്? ഹല്ലേലൂയ. പ്രാർത്ഥനാന്തര ജീവിതം, വിവാഹാനന്തര ജീവിതം. വിവാഹത്തിന് മുമ്പ് സ്ത്രീക്ക് ഒരു ജീവിതമുണ്ട്, ശേഷം ഒരു ജീവിതമുണ്ട്. സ്നാനത്തിന് മുമ്പേ ഒരു ജീവിതമുണ്ട്, അതിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഇന്ന് പലക്കാലം നീ ചിന്തിക്കുക, അതിൽ ഏതെങ്കിലും ഒരു ഗുണം നിന്നിലുണ്ടോ എന്ന്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കൾ അല്ല, നന്ന കാലത്തെ എണീക്കണം. സഹോദരിമാര് നന്ന കാലത്തെ എണീക്കണം. വിളികൾ കഴിയുന്നതിന് മുമ്പേ എണീക്കണം. എണീച്ച അന്നത്തെ വീട്ടിന് ആവശ്യമായ ആര് ഭക്ഷിക്കാതിരിക്കേട്ട് അല്ലെ അവരുടെ ആഹാരം മുഴുവനോട് അവിടെ വ്യാപിച്ചു വെക്കണം. ഇത് ചെയ്യാത്ത നിന്നെ ദൈവം നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. ഒരിക്കലും നീ ജ്ഞാനം പ്രാപിക്കില്ല. ദൈവത്തെ ആരാധിക്കേണ്ട രീതിയിൽ നീ ആരാധിക്കില്ല. ദൈവത്തിന്റെ ഒരനുഗ്രഹവും നീ പ്രാപിക്കില്ല. പുരുഷൻ ഭാര്യയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവിടെ പരിപാലിക്കണം. അല്ലാതെ പെട്രോൾ പമ്പിലും ആദര്യാസ്പദം തുണിക്കടയിൽ പറഞ്ഞിട്ടല്ല പരിപാലിക്കണം. വീട്ടിനകത്ത് പരിപാലിക്കാൻ കഴിയാത്ത നീ വിവാഹാനന്തര ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. നീ ചിന്തയില്ല, നിന്നെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചോ ദൈവം. ബന്ധപ്പെടുത്തി ചോദിച്ചു, എന്റെ ഭാര്യ ഒരു ജോലിക്ക് വീട്ടിൽ നിന്ന് ഇന്റർവ്യൂ ഞാൻ ചോദിച്ചടാ 100-300 രൂപ കിട്ടും ഡെയിലി. ഈ പൈസയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് അവന്മാരുടെ മുമ്പിൽ എടി, നീ എന്തടി താമസം, നീ എന്തടി വന്നത് ചോദിച്ച് ക്ഷീണിച്ച് വളർന്ന് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നിനക്ക് ജോലിയാണ്, നിനക്ക് ആഹാരം ഒരുക്കി തരണം. അടിമയല്ല.
നീ ജോലിക്ക് വിട്, മാന്യമായ ശമ്പളത്തിന് വിട്, 300-200 രൂപയ്ക്ക് വിടാതെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ലേബർ കോടതി വെച്ചിരിക്കുന്ന, ലേബർ ഓഫീസിൽ വെച്ചിരിക്കുന്ന ഒരു ശമ്പളമുണ്ട്. ഡെയിലി വേജ് അത് കൊടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ അല്ല സർക്കാർ പറഞ്ഞിരിക്കുന്നു. ഇതിനൊന്നുമില്ലാതെ 10,000-15,000 രൂപയ്ക്ക് വേണ്ടി അല്ല വീട്ടിനകത്തിരുന്ന് ദൈവവചനം കണ്ടെത്തി ഭർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 100 മടങ്ങ് അനുഗ്രഹം ദൈവം തരും. ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു, എടാ നിനക്കൊരു പെൺകുഞ്ഞാണ് ഇപ്പൊ ജനിച്ചത്, ഇനി ഒരു ആൺകുഞ്ഞ് ജനിക്കണമെന്ന് വേദപുസ്തകത്തിൽ വാക്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകത്തിനകത്ത് വാക്യമുണ്ട്. കണ്ടുപിടിച്ച് അതിനെ ജീവിച്ച ഒരു ആൺ തലമുറയ്ക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറയാൻ ഇല്ലേ? നിന്റെ പേര് നിലനിർത്താൻ, നിന്റെ കുടുംബത്തിന്റെ പേര് നിലനിർത്താൻ. അത് എന്നോട് ചോദിച്ചു എവിടെ കിടക്കണമെങ്കിൽ ആ വാക്യം വന്നു. ഞാൻ വാക്യം പറഞ്ഞു കൊടുത്തില്ല. ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം വായിച്ചതിനകത്ത് കണ്ടുപിടി. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇന്ന് ശാസ്ത്ര ലോകത്തെ വെല്ലുവിളിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തകത്തിനകത്തില്ലാത്ത ഒരു കാര്യവും ഇന്നും നടന്നിട്ടില്ല, നാളെയും നടക്കില്ല. നീ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തിന്റെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കില്ല, പരിപാലനമില്ലാതെ ഏൽപ്പിക്കില്ല. ദൈവം പറഞ്ഞ രീതിയിൽ നീ